പണ്ട് കാലത്ത് കൃതികളൊക്കെ എഴുതാനുള്ള ഒരു കഴിവുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കവി ഭാരതം എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്ക് ഓർമ്മ വരുന്നത്? ഒരു തമ്പുരാനെ ഓർക്കാം അല്ലെ. ഇപ്പൊ കവി ഭാരതം എന്ന് പറഞ്ഞ ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. അപ്പൊ ഞാൻ ഇന്ന് എന്തിനാ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ. നമുക്കറിയാം സെറ്റ് പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠനത്തിന്റെ തയ്യാറെടുപ്പിലായിരിക്കും അല്ലെ. അധ്യാപക പരീക്ഷകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തില് സെറ്റ് നമുക്ക് എന്തായാലും നേടിയേ പറ്റൂ. പക്ഷെ കഴിഞ്ഞ എല്ലാ സെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ നോക്കുമ്പോഴും നമ്മൾ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ചോദ്യത്തിന്റെ നിലവാരം മാറുന്നു അല്ലെ, പാറ്റേൺ മാറുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് വളരെ ശരിയായ കാര്യമാണെന്ന് നിങ്ങൾക്കും അറിയാമായിരിക്കും. കാരണം 2020 മുതൽ ഈ 26 വരെയുള്ള ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാല് ഈ മാറ്റം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം ഒരു നെറ്റ് ലെവലിലുള്ള ചോദ്യമാണ് നമുക്ക് ഹയർ സെക്കൻഡറി അധ്യാപകരാകാൻ പോകുന്ന അധ്യാപകർക്കുള്ള പരീക്ഷയ്ക്കും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് ചെറിയ രീതിയിൽ പഠിച്ചാൽ പോരാ, വിഷയത്തെ അറിഞ്ഞു തന്നെ പഠിക്കണം. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അത് തരണം ചെയ്യാനുള്ള ഒരു കഴിവും നമുക്കുണ്ട്. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരവും അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ സെറ്റ് പരീക്ഷയ്ക്കും ചോദ്യം കടുക്കുമ്പോൾ അതിനെങ്ങനെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാം എന്നുള്ള ഉത്തരവും എവിടെ തന്നെയുണ്ട്? നമ്മുടെ ചോദ്യപേപ്പറിൽ തന്നെയുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം സെറ്റിന്റെ പാറ്റേൺ മാറുന്നു എന്ന് പറയുമ്പോഴും ഈ കഴിഞ്ഞ PYQ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് നമ്മൾ ഏത് ഭാഗമാണ് റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിനൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അപ്പൊ ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിലും ആദ്യമായിട്ട് സെറ്റ് പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇത് എന്ത് ചെയ്യും? ഉപകാരപ്പെടും. അപ്പൊ ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ വന്ന് നിന്ന് പറയണമെങ്കിൽ അത് CCയിലെ സെറ്റിന്റെ റിസൾട്ട് തന്നെയാണ്. നിങ്ങൾ എന്റെ പിറകിൽ കാണുന്നുണ്ടാകും. ഏറ്റവും കൂടുതൽ സെറ്റ് റിസൾട്ടുകൾ വാരിക്കൂട്ടി തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ മുമ്പോട്ട് പോകുന്നത് അല്ലെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കുറച്ച് പാസ്സാവാനുള്ള എളുപ്പ വഴികൾ എന്താന്ന് പറഞ്ഞുതരാം. അപ്പോ ആദ്യം തന്നെ സെറ്റ് മലയാളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം വളരെ വൈഡ് ആയിട്ടുള്ള ഒരു 40-45 പേജോളം നമുക്ക് എന്ത് വരുന്നുണ്ട്? സിലബസ് വരുന്നുണ്ട്. ഈ 40-45 പേജോളം കുത്തിയിരുന്ന് പഠിക്കുക, സിലബസ് വായിക്കാൻ തന്നെ നമുക്ക് വേണം 1 മാസം അല്ലെ. പക്ഷെ സിലബസ് വായിക്കണ്ടേ? ഉറപ്പായിട്ട് സിലബസ് വായിക്കണം. എന്തുകൊണ്ടാ? നമുക്ക് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളെക്കാളും കൂടുതൽ നമുക്ക് വരുന്നത് പ്രസ്താവന ചോദ്യങ്ങളാണ്. ഈ പ്രസ്താവന ചോദ്യങ്ങൾ വരുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബൈഹാർട്ട് പഠിക്കുന്നതിൽ നിന്നല്ല, മറിച്ച് കഥാസാഹിത്യാണെങ്കിൽ 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം, ആ കഥകളുടെ ഭാവുകത്വ പരിണാമം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ എന്താണ്, ഇതിവൃത്തം എവിടെ നിന്നാണ് സ്വീകരിച്ചത്, ഇതുപോലുള്ള ചോദ്യങ്ങളല്ലേ നമുക്ക് കാണാൻ പറ്റുന്നേ. ഇതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്ത് തന്നെയാണ്? നമ്മുടെ സിലബസ് തന്നെയാണ്. കാരണം മലയാള സാഹിത്യത്തിന്റെ ഓരോ ഘട്ടങ്ങളും കൃത്യമായി തന്നെ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ച് പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ യൂണിറ്റ് 1 പാട്ടുപ്രസ്ഥാനം അല്ലെങ്കിൽ കവിതാ സാഹിത്യം എന്ന് പറയുമ്പോൾ അവിടെ പാട്ട് സാഹിത്യം, ഏറ്റവും പ്രാചീനമായ പാട്ട് സാഹിത്യത്തിൽ തുടങ്ങി ഓരോ ഘട്ടമായിട്ട് തന്നെ പാട്ടുസാഹിത്യം, മണിപ്രവാളം, പ്രാചീന കവിത്രയങ്ങള്, അതിനിടയിൽ വരുന്ന പ്രസ്ഥാനങ്ങൾ, ആധുനിക കവിത്രയം, ഉത്തരാധുനികത വരെ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ചെറുകഥ ആയിക്കോട്ടെ, നോവൽ ആയിക്കോട്ടെ, നാടകം, ആത്മകഥ, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം തുടങ്ങിയ എല്ലാ സാഹിത്യങ്ങളും ഇതുപോലെ കൃത്യമായിട്ട് അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിനനുസരിച്ച് കൊടുക്കുകയും അതുപോലെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാരെ കുറിച്ചും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട കൃതികളെ കുറിച്ചും നമ്മുടെ സിലബസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും സെറ്റിന് മുന്നേ, ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പോലും സെറ്റിന്റെ സിലബസ് നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കണം. ഒരു 2-3 ദിവസം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ വലിയ സിലബസിനെ ഇനി വരാൻ പോകുന്ന ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മുഴുവനായിട്ട് പഠിച്ചെടുക്കാൻ സാധ്യമല്ല. പക്ഷെ അവിടെ
അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് PYQ ക്വസ്റ്റ്യനെ മുൻനിർത്തി നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം, പോയിന്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഭാഷാശാസ്ത്രം, വ്യാകരണം, ഭാഷാ ചരിത്രം, ഉറപ്പായിട്ട് അവിടുന്ന് എന്ത് വരുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഭാഷോൽപത്തി വാദങ്ങള് ആദ്യകാലത്തും ഇന്നത്തെ കാലത്തും ഏത് കാലത്തായാലും നമ്മുടെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം ഉറപ്പാണ്, ഭാഷോൽപത്തി വാദങ്ങള് അല്ലെ. സംസ്കൃതജന്യവാദവും ഉപശാഖാവാദവും മിശ്ര ഭാഷാവാദവും സ്വതന്ത്രവാദവും ഒക്കെ എല്ലാ കാലത്തും പ്രാധാന്യമാണ്. കഴിഞ്ഞ സെറ്റ് പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മുന്നേ ഉള്ള സെറ്റ് പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന സെറ്റ് പരീക്ഷയ്ക്കും അത് പ്രതീക്ഷിക്കാം. അതുപോലെ വ്യാകരണം, സന്ധി എന്ന് പറയുന്ന ടോപ്പിക്ക്, തദ്ധിതം, സമാസം, വിഭക്തി, കാരകം, ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. പിന്നെയോ പ്രാചീന മധ്യകാല സാഹിത്യം. ഈ കവിതാ സാഹിത്യത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കവിതാ സാഹിത്യം പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് എല്ലാ കാലത്തും എവിടെ നിന്ന് തന്നെയാണ്, പ്രാചീന സാഹിത്യമായിട്ടുള്ള രാമചരിതത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടും തിരുനിഴൽ മാലയെ ചുറ്റിപ്പറ്റിയും അതുപോലെ നമ്മുടെ മണിപ്രവാള സാഹിത്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയാണ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത്. നമുക്കറിയാം കവിത എന്ന് പറയുന്നതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലെ. പഴയകാല സാഹിത്യം പോലെയല്ല ഇന്ന് ഉത്തരാധുനിക സാഹിത്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉത്തരാധുനിക കവിതകളിൽ നിന്ന് ചോദ്യങ്ങൾ കുറവാണ്. അതിന് പകരം ഇന്നും അന്നും നമ്മളോട് ചോദ്യം വരുന്നത് മണിപ്രവാള സാഹിത്യം, പാഠ്യപ്രസ്ഥാനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ്. അതിനെ നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാം. നോവലും ചെറുകഥയും ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഉത്തരാധുനികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നോവലുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താ, ഖസാക്കിന്റെ ഇതിഹാസത്തിൽ നിന്നൊക്കെ ഇന്നും ചോദ്യം വരുന്നുണ്ട്, അന്നും വരുന്നുണ്ട്. ഉത്തരാധുനിക നോവലുകള് എപ്പോഴും ചോദ്യത്തിലേക്ക് വരാറുണ്ട്. പക്ഷെ കവിതാ സാഹിത്യത്തിൽ എന്ത് ചെയ്യാറില്ല, ഉത്തരാധുനികത കടന്നു വരുന്നത് വളരെ കുറവാണ്. പിന്നെ വരുന്നത് വല്ല സൈബർ കവിതകൾ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എന്ത് വന്നാലും നിങ്ങൾ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പ്രാചീന മധ്യകാല സാഹിത്യം. പിന്നെ നമുക്ക് കഥ, നോവല്, നാടകം, ആത്മകഥ, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം, നോവലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാ, ഒരു നോവലിന്റെ ഒരു പ്രസ്താവന തന്ന്, ഇപ്പൊ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് പ്രതിപാദിക്കുന്ന നോവൽ ഏത്, അല്ലെങ്കിൽ ഇത് ആരോട് പറയുന്നതാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ദൃശ്യകല, കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ എന്താ, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചും ആരോഗ്യ മാസികകളെ കുറിച്ച് വരെ മലയാളത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ദൃശ്യകല, നാടോടി വിജ്ഞാനീയം, പത്രപ്രവർത്തനം, ഇത് നമ്മള് മലയാളത്തിൽ ഇത്രയും വലിയൊരു സിലബസിനെ നമ്മൾ ഷോർട്ടാക്കി പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കേണ്ട ഒരു 6 ടോപ്പിക്കാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഈ 6 ടോപ്പിക്ക് മാത്രം പഠിച്ചു പോകണം എന്നല്ല, പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കേണ്ടത്, പ്രസ്താവന ചോദ്യങ്ങൾ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണെന്ന് നിങ്ങൾ മറന്നു പോവാതിരിക്കാം. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്താ ഈ ചോദ്യം വരുന്നതെന്നല്ലേ. അപ്പൊ ഞാൻ ആദ്യ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതിൽ ആദ്യത്തെ ചോദ്യമാണ് ഇത്, ചേരുംപടി ചേർക്കുക എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പട്ടിക 1, പട്ടിക 2 കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം, ചേരുംപടി ചേർക്കണം. ഇത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ, മിശ്രഭാഷാവാദത്തിന്റെ വക്താവ് ആര് എന്ന നിലയിൽ ചോദിച്ചിട്ടുണ്ട്. ഉപശാഖാവാദം അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ വക്താക്കളിൽ പെടുന്നവർ ആരൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചേരുംപടി ചേർക്കുകയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, പട്ടിക 1 കൊടുത്തേക്കുന്നത് സംസ്കൃതജന്യവാദം കൊടുത്തിട്ടുണ്ട്, ഉപശാഖവാദം കൊടുത്തിട്ടുണ്ട്, മിശ്രഭാഷാവാദം കൊടുത്തിട്ടുണ്ട്, സ്വതന്ത്ര ജന്മവാദം കൊടുത്തിട്ടുണ്ട്. പട്ടിക 2-ലാണെങ്കിലോ റോബർട്ട് കാർഡ്വെൽ, കോവുണ്ണി നെടുങ്ങാടി, ഇളംകുളം, ആറ്റൂരി, ഇത്രയും പേരെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ എന്ത് ചെയ്യണ്ട, സംശയപ്പെടാനൊന്നുമില്ല. സംസ്കൃതജന്യവാദം ആരുടെയാണ്, സംസ്കൃതജന്യവാദം കോവുണ്ണി നെടുങ്ങാടി അല്ലെ. നമുക്ക് ആദ്യം സംസ്കൃതം എന്ന് പറയുന്നത് എന്താ, ദേവഭാഷയാണ്, വരേണ്യ ഭാഷയാണ്. അപ്പൊ ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം എന്തായിരുന്നു ആദ്യകാലത്ത്, അതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അങ്ങനെയെങ്കിൽ ദേവഭാഷ, ദൈവഭാഷ എന്ന് പറയുന്ന സംസ്കൃത ഭാഷയിൽ നിന്നായിരിക്കണമല്ലോ മറ്റു ഭാഷകളെല്ലാം ഉത്ഭവിച്ചത് എന്ന തരത്തില്
സംസ്കൃത ജന്യവാദം എന്ന ആശയം ഉന്നയിച്ചതാരാണ്? കോവുണ്ണി നെടുങ്ങാടി. എന്നാൽ അതൊന്നും അല്ല, സംസ്കൃതമല്ല. ഇവിടെ ആദ്യം ഭരിച്ചിരുന്നതാരാ? ചേരചോള പാണ്ഡ്യന്മാര് ഭരിച്ചിരുന്ന കേരളത്തില് സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകുന്ന ഭാഷ എന്താണ്? തമിഴാണ്. അപ്പൊ തമിഴിന്റെ കൈവഴികളിലൂടെ വളർന്നു വന്നിരിക്കുന്ന ഒരു ഭാഷയാണ് എന്ത്? ഈ പറയുന്ന മലയാളം എന്ന ആശയവുമായിട്ട് ആര് വന്നു? ഉപശാഖാവാദം. ആര്? റോബർട്ട് കാർഡ്വെൽ വന്നു അല്ലെ. ഇത് കഴിഞ്ഞപ്പോ മിശ്ര ഭാഷാവാദവുമായിട്ട് ആര് വന്നു? നിങ്ങൾ ഇങ്ങനെ അടികൂടണ്ട, ഇത് രണ്ടും കൂടി ഇടകലർന്ന് നിൽക്കുന്ന ഒരു മിശ്ര ഭാഷയാണ് ഏത്? നമ്മുടെ മലയാള ഭാഷ എന്ന തരത്തില് ഇളംകുളം കുഞ്ഞൻ പിള്ളയും സ്വതന്ത്ര ജന്മവാദമായിട്ട് മലയാളം സ്വതന്ത്രമായിട്ടുണ്ടായതാണ് എന്ന രീതിയിൽ ആറ്റൂരും മുന്നോട്ട് വന്നു അല്ലെ. അപ്പോ സംസ്കൃത ജന്യവാദം കോവുണ്ണി നെടുങ്ങാടിയാണെന്നും ഉപശാഖാവാദം റോബർട്ട് കാർഡ്വെൽ ആണെന്നും അതുപോലെ മിശ്ര ഭാഷ ഇളംകുളം കുഞ്ഞൻ പിള്ളയും സ്വതന്ത്ര ഭാഷാവാദം ആറ്റൂരാണെന്നും മറന്നു പോകാതിരിക്കുക. റിപ്പീറ്റഡ് ആണ്. ഇത് കൂടാതെ ശേഷയര്, ഷൺമുഖം ഇവരൊക്കെ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഇതേ ഭാഗത്ത് നിന്ന് പ്രാചീന സാഹിത്യത്തിൽ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യത്തെ നമുക്ക് പരിചയപ്പെടാം അല്ലെ. ഇതെവിടെയാ? വെൺമണി പ്രസ്ഥാനം, പച്ചമലയാള പ്രസ്ഥാനം, കേരളവർമ്മ പ്രസ്ഥാനം ഒക്കെ ഉൾപ്പെടുന്ന ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. കവി പക്ഷിമാലയുണ്ട്, കവി ഭാരതം ഉണ്ട്, കവി മൃഗാവലി ഉണ്ട്, കവി പുഷ്പമാലയും ഉണ്ട്. അതുപോലെ ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, കോയിപ്പിള്ളി, കാത്തുള്ളിയിൽ അച്യുത മേനോൻ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇവരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചിട്ട് പോവാ. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിക്കേ. കവി പക്ഷിമാല, അതുപോലെ കവി ഭാരതം. ഈ കവി ഭാരതം ഒക്കെ എഴുതണമെങ്കിൽ മഹാഭാരതത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പൊ പണ്ട് എന്ന് പറഞ്ഞാല് വരേണ്യവർഗത്തിന്റെ കുത്തകയായിരുന്നു ഈ എഴുത്തും അതുപോലെ തന്നെ വായനയൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കവി ഭാരതം എന്ന് പറയുന്ന സാധനത്തെ ആർക്ക് കൊടുക്കാൻ പറ്റും? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പൊ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെതാണ് കവി ഭാരതം. ഇനിയോ കവി മൃഗാവലി. മൃഗം വന്ന് കടിച്ച എന്തായി? തീർന്നില്ലേ? മൃഗം വന്നു കഴിഞ്ഞ ആളുടെ കാര്യം തീരുമാനായി. അപ്പൊ കവി മൃഗാവലി. ഈ മൃഗം എന്ന് ഓർക്കുമ്പോ ആര് ഓർത്താ മതി? ഒടുവിലായി, അവസാനിച്ചു എന്ന തരത്തില് ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോനെ ഓർക്കാം. ഇനി നമുക്ക് ആരും വേണം? കവി പക്ഷിമാലയുണ്ട്, കവി പുഷ്പമാലയും ഉണ്ട് അല്ലെ. ഈ പുഷ്പം കൊണ്ട് നമ്മൾ മാല ഉണ്ടാക്കിയിട്ട് ആർക്കാ നമ്മൾ ചാർത്തി കൊടുക്കുക? ദൈവത്തിനാ കൊടുക്കുക അല്ലെ. അപ്പൊ ഇവിടെ ആരാ ഉള്ളേ നോക്കിക്കേ. കവി പുഷ്പമാല എന്ന് പറയുമ്പോ ഇവിടെ ആരാ ഉള്ളേ? കാത്തുള്ളിയിൽ അച്യുത മേനോൻ അല്ലെ. പുഷ്പം കൊണ്ട് നമ്മൾ മാല കിട്ടി ആർക്ക് കൊടുത്തു? അച്യുതന് കൊടുത്തു, കൃഷ്ണന് കൊടുത്തു. അപ്പൊ കവി പുഷ്പമാല, കാത്തുള്ളിയിൽ അച്യുത മേനോൻ. ഇനി ഒരാളുകൂടിയുണ്ട് കവി പക്ഷിമാല. അതാരായിരിക്കും അപ്പൊ? ഉത്തരം കോയിപ്പിള്ളി പരമേശ്വരക്കുറുപ്പ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പക്ഷി ഒരു കോഴിയാക്കി സങ്കല്പിച്ചോ, തൽക്കാലം കോയി. അപ്പൊ കവി പക്ഷിമാല, കോയിപ്പിള്ളി പരമേശ്വരക്കുറുപ്പ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വെച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. കവി പക്ഷിമാല എന്ന് പറയുന്നത് ആരാണ്? കോയിപ്പിള്ളിയുടേതാണ്. കവി ഭാരതമാണെങ്കിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റേതാണ്. കവി മൃഗാവലി ആണെങ്കിൽ ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോനാണ്. കവി പുഷ്പമാലയാണെങ്കിൽ കാത്തുള്ളിയിൽ അച്യുത മേനോൻ. അപ്പൊ ഇതും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. രാമചരിത ഭാഷ ഒരു കൃത്രിമ ഭാഷയാണെന്ന് അഭിപ്രായപ്പെട്ടത്. ഞാൻ മറ്റു പല വീഡിയോകളിലും ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഫൈനൽ ടച്ചുകളിലും അതുപോലെ PYQ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടൊക്കെ ഞാൻ കാണിച്ചെന്ന ചോദ്യമാണ്. നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവാം. രാമചരിതത്തെ നമുക്കറിയാം ഒരുപാട് ചോദ്യങ്ങൾ വരും. കാരണം പാഠ്യസാഹിത്യത്തിലെ ഏറ്റവും പ്രാചീന കൃതിയാണ് രാമചരിതം എന്ന് പറയുന്നത്. പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയത് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ആദ്യമായിട്ട് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഊനമറ്റേഴും ഈ രാമചരിതത്തിൽ ഒരു തെല്ല് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അവിടെ പഠിക്കേണ്ട കാര്യമാണ്. എങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. രാമചരിത ഭാഷ ഒരു കൃത്രിമ ഭാഷയാണെന്ന് അഭിപ്രായപ്പെട്ടതായ
ആര്? KM ജോർജ്, ആറ്റൂര്, R നാരായണപ്പണിക്കർ, ഹെർമൻ ഗുണ്ടട്ട്. ഇവരെല്ലാരും തന്നെ ഈ രാമചരിതമായിട്ട് ബന്ധമുള്ളവരാ അല്ലെ. നമുക്കറിയാം പ്രാചീന സാഹിത്യമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു എഴുത്തുകാരനെ കുറിച്ചോ അല്ലെങ്കിൽ കവിയുടെ കാലത്തെ കുറിച്ചോ ഭാഷയെ കുറിച്ചൊന്നും വ്യക്തമായ അറിവൊന്നും പണ്ഡിതന്മാർക്ക് ലഭ്യമല്ലായിരുന്നു. എങ്കിലും ഉള്ള അറിവുകൾ കൊണ്ട് അവരൊരു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്തേക്കുന്നത് അല്ലെ. അതാണ് ഈ രാമചരിതത്തിന്റെ അവസാനം ഈ ചീരാമൻ എഴുതുന്നു എന്ന വാക്കുകൊണ്ടാണ്, ചീരാമൻ എന്ന കവിയാണ് ഇത് എഴുതിയതെന്നും കേരള ചോംസർ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം എന്താ? രാമചരിത ഭാഷ ഒരു കൃത്രിമമാണ് എന്ന് പറഞ്ഞത് ആരാണ്? KM ജോർജ് ആണ്. KM ജോർജ്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനിലെ ബാക്കിയുള്ളവരും ഈ ചോദ്യവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അല്ലെ. രാമചരിതത്തിലെ ഭാഷയെ കുറിച്ച് പറഞ്ഞു വെച്ചതിൽ ശ്രദ്ധേയമായ ആൾക്കാരാണ് ഈ ആറ്റൂരും R നാരായണപ്പണിക്കറും. ആറ്റൂർ എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയാവോ? ചെന്തമിഴ് പ്ലസ് മലയാളം, ചെന്തമിഴും അതുപോലെ മലയാളവും കൂടിച്ചേർന്നതാണ് രാമചരിതത്തിലെ ഭാഷ. R നാരായണപ്പണിക്കർ എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയാവോ? ചോള ഭാഷയും മലയാളവും കൂടിച്ചേർന്നതാണ് രാമചരിതത്തിലെ ഭാഷ. എന്നാൽ ഇതൊരു കൃത്രിമ ഭാഷയാണെന്ന് പറഞ്ഞതോ KM ജോർജ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കേ, ഇവിടെ ആറ്റൂര് ചെന്തമിഴ് മലയാളം ഓർത്ത് വെക്കണം അല്ലെ. ഒന്ന് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കിക്കേ. ആറ്റിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ചെന്താമര കാണാൻ പറ്റുന്നത് അല്ലെ. ചെന്താമര എവിടെയാ കാണാൻ പറ്റുക? ആറ്റിലാണ്. അപ്പൊ ചെന്തമിഴും മലയാളവും കലർന്നതാണ് രാമചരിത ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടതാര് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആര് പറയാം? ആറ്റൂരാണ്. ആറ്റിലാണ് ചെന്താമര കാണാൻ പറ്റുന്നത്. ഇനി നോക്കിക്കേ, R നാരായണപ്പണിക്കർ. നമുക്ക് നാര് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഏതിലാ? ചോളത്തിലല്ലേ. ചോളം കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ ഈ ചോളത്തിൽ നാര് ഒരുപാടില്ലേ. അപ്പൊ R നാരായണപ്പണിക്കർ ചോള ഭാഷ പ്ലസ് മലയാളം എന്നും മിശ്ര ഭാഷയാണെന്ന് KM ജോർജും. എന്നാൽ ഈ രാമചരിതത്തെ ആദ്യമായി പണ്ഡിതന്മാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ആൾ ആരാണ്? ഈ പറയുന്ന ഹെർമൻ ഗുണ്ടട്ടാണ്. ആദ്യമായിട്ട് പണ്ഡിതന്മാരുടെ ശ്രദ്ധയിലേക്ക് ഇതിനെ കൊണ്ടുവന്നത് ആരാണ്? ഹെർമൻ ഗുണ്ടട്ട്. അദ്ദേഹത്തിന്റെ മലയാള നിഘണ്ടുവിന്റെ മുഖവുരയിലാണ് ഇങ്ങനെ ഒരു കൃതിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോ മറക്കാതെ പഠിച്ചോ, രാമചരിതം ഒരു കൃത്രിമ ഭാഷയാണ്. KM ജോർജ്. ചെന്തമിഴ് പ്ലസ് മലയാളം ആറ്റൂരാണ്. ചോള ഭാഷ പ്ലസ് മലയാളം R നാരായണപ്പണിക്കർ ആണ്. ആദ്യമായിട്ട് പണ്ഡിതന്മാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടട്ട് മലയാള നിഘണ്ടുവിന്റെ മുഖവുരയിലാണ്. പിന്നെ ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് 1917 ഉള്ളൂരാണ്. പ്രാചീന ഗദ്യമാതൃകകൾ എന്ന പേരില് ഈ കൃതി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചതെന്ന് മറക്കാതിരിക്കുക. അതുപോലെ ബഡജനങ്ങളായ സാധാരണക്കാർക്ക് വേണ്ടി രാമചരിതത്തിലെ യുദ്ധകാന്ഡമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നതെന്നും മറക്കാതെ പഠിച്ചു വെക്കാം. ദെൻ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമായ മണിപ്രവാള കൃതി അതേ ഭാഗത്ത് നിന്ന് വന്നേക്കുന്നതാണിത്. വൈശികതന്ത്രം, ചന്ദ്രോത്സവം, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം. ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാ? ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം അല്ലെ. മണിപ്രവാളം എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമായ കൃതി ഏതാണ്? വൈശികതന്ത്രം അല്ലെ. 12 വയസ്സുള്ള അനംഗസേന എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന വേശ്യാവൃത്തിയുടെ കഥയിൽ തുടങ്ങുന്ന മണിപ്രവാളം അവസാനിക്കുന്നത് ഏത് കൃതിയിലാണ്? ചന്ദ്രോത്സവത്തിലാണ് അല്ലെ. ചന്ദ്രോത്സവത്തിലെ മേദിനി വെണ്ണിലാവോട് കൂടിയിട്ട് നമ്മുടെ ലീലാവതി ടീച്ചർ പറയുന്നുണ്ട്, എന്താ, ഒടുക്കത്തെ കൂട്ടവെടിയാണ്, ഇതോടുകൂടി അത് കഴിയട്ടെ എന്ന തരത്തിൽ മലയാളത്തിലെ ഒരു ജീർണിച്ച കാലഘട്ടമാണ് എന്ന് കരുതി പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു മണിപ്രവാളം. ആ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭാഷ മലയാളവും സംസ്കൃതവും കൂടി മിശ്രമായ രീതി മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. ദേവദാസി സമ്പ്രദായങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ചാതുർവർണ്ണ്യ വ്യവസ്ഥ അല്ലെ. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശുദ്രര് ജനങ്ങളെ കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ്. സന്ദേശകാവ്യങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ നിന്നാണ്. ചമ്പു കാവ്യങ്ങൾ ഗദ്യവും പദ്യവും കൂടി ഇടകലർന്ന രീതി മലയാളത്തിലേക്ക് വരുന്നതും ഇവിടെ നിന്നാണ്.
അപ്പൊ സാഹിത്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതും കേരളത്തിനെ കുറിച്ചുള്ള ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഉപാദാനങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാലും അവിടെ നമുക്ക് മണിപ്രവാള കൃതികളെ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പൊ വൈശിക തന്ത്രത്തെ മറക്കരുത്. നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ കൃതിയാണ്. ഇതിലെ കഥാപാത്രാരാണ്? അനംഗസേനയാണ്. ചന്ദ്രോത്സവാണെങ്കിൽ മണിപ്രവാളത്തിലെ അവസാന കൃതിയാണ്. മേദിനി വെണ്ണിലാവാണ് ഇതിലെ നായിക. ഉണ്ണിയച്ചി, ഉണ്ണിച്ചിരുദേവി, അതുപോലെ ഉണ്ണിയാടി ചരിതങ്ങളും നമുക്ക് ഗദ്യം അല്ലെ ചമ്പു കാവ്യങ്ങളായിട്ട് ഇവിടെയുണ്ട്. അച്ചി ചരിതങ്ങളിൽ ആദ്യത്തേതാണ് ഇത് ഉണ്ണി അച്ചി ചരിതവും. ഗാഥ എന്നും അമ്മാനപ്പാട്ടെന്നും കുയിൽ വൃത്തം എന്നുള്ള പദങ്ങളൊക്കെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണെന്നും മറക്കാതെ പഠിക്കാം. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാ? മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യമായിട്ട് പറയുന്നത് ഉണ്ണുനീലി സന്ദേശമാണ് അല്ലെ. അതും എന്താണ് നമുക്ക് പ്രധാനമായിട്ട് ചോദ്യം വരുന്ന ഏരിയയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മലയാളത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ചെറിയ നിമിഷം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. എങ്കിലും കഴിഞ്ഞ ചോദ്യപേപ്പറും അതിന്റെ മുന്നിലുള്ള ചോദ്യപേപ്പറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചില ഭാഗങ്ങളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരൊറ്റ ടോപ്പിക്കിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ എന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു പോകേണ്ടുന്ന ഒരു ഭാഗം തന്നെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടു ഒരേ ഭാഗത്ത് നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ഊഴെന്താ? പഠിക്കുക എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന സെറ്റ് വെറുതെ എഴുതി നോക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സെറ്റ് തന്നെ ക്രാക്ക് ചെയ്യുന്ന ഉറപ്പിച്ച് തന്നെ വേണം ഇനി നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോവാൻ വേണ്ടിയിട്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക. സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ എന്താ? രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, മറിച്ച് സിലബസ് ഓരോരുത്തരും പഠിക്കുന്ന രീതികൾ വ്യത്യാസമായിരിക്കും അല്ലെ. ഇപ്പൊ പഠിക്കാനുള്ള സമയം എനിക്ക് രാവിലെയാണ് പഠിക്കാനുള്ളതെങ്കിൽ രാവിലെ ഞാൻ എത്ര നേരം ജനറൽ പേപ്പറും, നമുക്കറിയാം സെറ്റിന് സബ്ജക്ട് മാത്രം ജയിച്ചാൽ പോരാ, ജനറലും പാസ്സാവണം. ഇത് രണ്ടും കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഇത്ര പെർസെൻറ്റേജും വേണം അല്ലെ. അതുകൊണ്ട് നമുക്ക് സബ്ജക്ട് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ജനറൽ പേപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സമയം കൃത്യമായിട്ട് തിരിക്കുക. പഠിക്കുമ്പോൾ ഇഷ്ടമുള്ള നന്നായിട്ട് അറിയുന്ന ഭാഗത്ത് നല്ല നമ്മൾ പഠിക്കാൻ തുടങ്ങേണ്ടത്, മറിച്ച് എന്ത് വേണം? ചോദ്യ പേപ്പർ നോക്കി അത് വിശകലനം ചെയ്ത് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഭാഗത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി? സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യം എന്താ? ഷോർട്ട് നോട്ടും കോഡും അല്ലെ. സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചെന്തമിഴും മലയാളവും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആറ്റൂരിനെ ഓർക്ക്. കാരണം ആറ്റിലാണ് ചെന്താമര വിരിയുന്നത്. അപ്പൊ ചെന്തമിഴ് കണക്ട് ചെയ്യാൻ പറ്റും. ചോള ഭാഷ മലയാളം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താ? ആർ നാരായണപ്പണിക്കർ. നാര് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ചോളത്തിലാണ്. ഇങ്ങനെ ഓർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഓർമ്മയിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം, എത്ര ഭാഷ, എന്തൊക്കെ സ്ഥലങ്ങളുടെ പരാമർശം നമ്മൾ മറന്നുപോകും. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താ? ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. ചോദ്യ പേപ്പർ അതുപോലെ കാണാതെ പഠിച്ചു പോകാനല്ല. ചോദ്യ പേപ്പർ നോക്കുക. ഉത്തരം അറിയില്ലേ? വേണ്ട. നിങ്ങൾ ഓരോ ഭാഗത്തുനിന്ന് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയാൻ ശ്രദ്ധിക്കുക. പിന്നെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യുക. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന കുറേ നമുക്കറിയാം ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്, ഒരുപാട് PDF നോട്ടുകളുണ്ട്, ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ജെമിനി ഉണ്ട്, ChatGPT ഉണ്ട്. പക്ഷേ മലയാള സാഹിത്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവും ഒരു ശരിയും നമുക്ക് വേണമെങ്കിൽ അത് എവിടെ നിന്ന് തന്നെ വേണം? നമ്മുടെ സാഹിത്യ ചരിത്രം തന്നെ വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ പഠിച്ചത് ഇതും വരുന്ന ഓപ്ഷൻ അതുമായി പോവും. അപ്പൊ സാഹിത്യ ചരിത്രങ്ങളെ തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. മറ്റു ഗൈഡുകളെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക? ആശ്രയിക്കാതിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്റെ ഉദ്ദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്ന് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. ഇവിടെ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല മിസ്സേ, ഇനി എപ്പോഴാ പഠിക്കുക എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ മുമ്പിൽ എത്ര ദിവസമുണ്ട്? ഇനി 75 ദിവസം, ഒരു 74-73 ദിവസങ്ങളുണ്ട് അല്ലെ. ഈ ദിവസം മതി
പഠിക്കാൻ വേണ്ടി കൃത്യമായിട്ട് പഠിക്കാൻ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടച്ച് വിട്ടുപോയി, അല്ലെങ്കിൽ എന്താണ് സെറ്റ്, ഇതൊക്കെ ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് CC ജോയിൻ ചെയ്തോ. ഞങ്ങൾ ഇവിടെ ഒരു 75 ഡേയ്സിന്റെ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ തുടക്കം മുതൽ ഒടുക്കം വരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം PYQ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഇനി വരാൻ പോകുന്ന സെറ്റ് ആക്കാം. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9746455514 ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കിട്ടും. സോ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്